മലയാള സിനിമയുടെ ചരിത്രത്തിൽ മറ്റൊരു സ്വർണ്ണ അധ്യായം കുറിച്ചിരിക്കുകയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം 3. ഒരു സിനിമയുടെ മൂന്നാം ഭാഗം പുറത്തിറങ്ങുമ്പോൾ സാധാരണയായി പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതായിരിക്കും. എന്നാൽ ദൃശ്യം എന്ന ഫ്രാഞ്ചൈസിയുടെ കാര്യത്തിൽ ആ പ്രതീക്ഷകൾ സാധാരണ നിലവാരത്തേക്കാൾ പലമടങ്ങ് കൂടുതലായിരുന്നു. കാരണം ആദ്യ 2 ഭാഗങ്ങളും മലയാള സിനിമയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന തരത്തിലുള്ള വിജയങ്ങളായിരുന്നു സ്വന്തമാക്കിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിരുന്നതിനാൽ മൂന്നാം ഭാഗം പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം മുതൽ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിച്ചിരുന്നില്ല. ഒടുവിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തി. റിലീസിന് പിന്നാലെ ലഭിച്ച പ്രതികരണങ്ങളും ബോക്സ് ഓഫീസ് പ്രകടനവും സിനിമയെ വീണ്ടും വാർത്തകളുടെ കേന്ദ്രബിന്ദുവാക്കി. ഇപ്പോൾ ചിത്രത്തിന്റെ ഒടിടി റിലീസ് പ്രഖ്യാപനവും എത്തിയതോടെ ദൃശ്യം 3 വീണ്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ദൃശ്യം 3 റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ വലിയ കളക്ഷനാണ് സ്വന്തമാക്കിയത്. കേരളത്തിലെ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സാധാരണ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണയേക്കാൾ വളരെ ഉയർന്ന പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചത്. മോഹൻലാൽ ആരാധകർ മാത്രമല്ല, കുടുംബസമേതം സിനിമ കാണാൻ എത്തുന്നവരും വലിയ തോതിൽ തിയേറ്ററുകളിലേക്ക് എത്തി. ആദ്യ 2 ഭാഗങ്ങൾ സൃഷ്ടിച്ച വിശ്വാസമാണ് ഇതിന് പ്രധാന കാരണം. ജീത്തു ജോസഫിന്റെ തിരക്കഥയിലുള്ള വിശ്വാസവും മോഹൻലാലിന്റെ അഭിനയത്തിലുള്ള ആത്മവിശ്വാസവുമാണ് പ്രേക്ഷകരെ വീണ്ടും ജോർജ് കുട്ടിയുടെ ലോകത്തേക്ക് എത്തിച്ചത്. റിലീസ് ചെയ്ത് 3 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള കളക്ഷൻ 236 കോടിയിലധികം രൂപയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ കുറച്ച് ചിത്രങ്ങൾക്കു മാത്രമേ ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ മാത്രം 107 കോടിയിലധികം നെറ്റ് കളക്ഷൻ നേടിയ ചിത്രം ക്രോസ് കളക്ഷനിലും റെക്കോർഡുകൾ സൃഷ്ടിച്ചു. കേരളത്തിനു പുറത്തും ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മോഹൻലാലിന്റെ ആരാധകരും മലയാളി പ്രേക്ഷകരും വലിയ തോതിൽ ചിത്രം ഏറ്റെടുത്തു. സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ഒമാൻ എന്നിവിടങ്ങളിൽ നിരവധി ഷോകൾ ഹൗസ്ഫുൾ ആയി. യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും മികച്ച കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചു. ദൃശ്യം 3യുടെ വിജയത്തെ വെറും കളക്ഷൻ കണക്കുകളിലൂടെ മാത്രം വിലയിരുത്താൻ സാധിക്കില്ല. ഒരു കഥാപാത്രത്തിന്റെ ജനപ്രീതി എത്രത്തോളം ഉയരാം എന്നതിന്റെ ഉദാഹരണമാണ് ജോർജ് കുട്ടി. മലയാള സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജോർജ് കുട്ടിക്ക് ലഭിച്ച സ്വീകാര്യത വളരെ വ്യത്യസ്തമാണ്. ഒരു സാധാരണ മനുഷ്യനായാണ് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് അസാധാരണമായ ശക്തികളൊന്നുമില്ല, വലിയ രാഷ്ട്രീയ സ്വാധീനമോ സാമ്പത്തിക ശക്തിയോ ഇല്ല. എന്നാൽ തന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ബുദ്ധിയും ധൈര്യവുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടുതന്നെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ തുടക്കം ഓർക്കുമ്പോൾ അതൊരു സാധാരണ ത്രില്ലർ സിനിമയെന്ന നിലയിലാണ് ആരംഭിച്ചത്. എന്നാൽ റിലീസിന് ശേഷം ചിത്രം ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. പിന്നീട് വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രം ദേശീയ തലത്തിലും വലിയ ശ്രദ്ധ നേടി. ഹിന്ദി പതിപ്പും വമ്പൻ വിജയമായി. അതോടെ ജോർജ് കുട്ടിയുടെ കഥ ഇന്ത്യയൊട്ടാകെ പരിചിതമായി. ഈ പശ്ചാത്തലത്തിലാണ് 3ാം ഭാഗം എത്തിയത്. അതുകൊണ്ടുതന്നെ റിലീസിന് മുമ്പേ തന്നെ ചിത്രം ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സിനിമയ്ക്ക് ലഭിച്ച പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ചിലർ അതിനെ മാസ്റ്റർപീസ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ചിലർ മുൻ ഭാഗങ്ങളുടെ നിലവാരവുമായി താരതമ്യം ചെയ്ത് വിമർശനങ്ങളും ഉന്നയിച്ചു. എന്നിരുന്നാലും ഭൂരിഭാഗം പ്രേക്ഷകരും ചിത്രം ഒരു മികച്ച തിയേറ്റർ അനുഭവമാണെന്ന് അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ റിലീസിന് പിന്നാലെ നിരവധി ചർച്ചകളാണ് നടന്നത്. ഓരോ ട്വിസ്റ്റിനെയും കുറിച്ചും കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങളെയും കുറിച്ചും പ്രേക്ഷകർ മണിക്കൂറുകളോളം ചർച്ച ചെയ്തു. ഇതുതന്നെയാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമ അവസാനിച്ചാലും അതിന്റെ ചർച്ചകൾ അവസാനിക്കാറില്ല. മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചും വലിയ പ്രശംസകളാണ് ഉയർന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ അതേ തീവ്രതയോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഥാപാത്രത്തിന്റെ പ്രായവും അനുഭവങ്ങളും ജീവിതത്തിലെ മാറ്റങ്ങളും എല്ലാം പ്രകടനത്തിൽ വ്യക്തമായി കാണാനായി. ജോർജ് കുട്ടിയുടെ ഉള്ളിലുള്ള ഭയവും ആത്മവിശ്വാസവും സംശയങ്ങളും പ്രതീക്ഷകളും മോഹൻലാൽ അതിഗംഭീരമായി അവതരിപ്പിച്ചുവെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ജീത്തു ജോസഫിന്റെ സംവിധാനവും തിരക്കഥയും വീണ്ടും ചർച്ചയായി. ചെറിയ ചെറിയ വിവരങ്ങൾ പിന്നീട് വലിയ വെളിപ്പെടുത്തലുകളായി മാറുന്ന അദ്ദേഹത്തിന്റെ ശൈലി വീണ്ടും ചിത്രത്തിൽ കാണാനായി. ഓരോ രംഗത്തും പ്രേക്ഷകരെ ആകാംക്ഷയിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. സിനിമയുടെ പേസിംഗും സസ്പെൻസ് ഘടകങ്ങളും കഥ പറയുന്ന രീതിയും പ്രേക്ഷകരെ അവസാന നിമിഷം വരെ പിടിച്ചിരുത്തി. ചിത്രത്തിന്റെ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചത് കുടുംബ പ്രേക്ഷകരാണ്. യുവാക്കളും സിനിമാ പ്രേമികളും മാത്രമല്ല, കുടുംബസമേതം സിനിമ കാണുന്നവരും ദൃശ്യം 3യെ ഏറ്റെടുത്തു. അതുകൊണ്ടുതന്നെ ചിത്രം എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ ഒരു ത്രില്ലർ അനുഭവമായി മാറി. കുടുംബബന്ധങ്ങൾക്കും വികാരങ്ങൾക്കും സിനിമ നൽകിയ പ്രാധാന്യം പ്രേക്ഷകരെ കൂടുതൽ ആകർഷിച്ചു. ഇപ്പോൾ തിയേറ്റർ വിജയത്തിന് പിന്നാലെ ഒടിടി റിലീസിനുള്ള പ്രഖ്യാപനവും എത്തിയിരിക്കുകയാണ്. ജൂൺ 18 മുതൽ ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ തിയേറ്ററിൽ ചിത്രം കാണാൻ സാധിക്കാതിരുന്നവർക്കും സിനിമ ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളും ഒടിടി റിലീസിനായി വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ വമ്പൻ വിജയം നേടിയ ചിത്രങ്ങൾ ഒടിടിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ദൃശ്യം 3യുടെ കാര്യത്തിലും അതേ പ്രതീക്ഷയാണ് ഉള്ളത്. ഒടിടി റിലീസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തിയേറ്ററിൽ ഒരിക്കൽ കണ്ട പ്രേക്ഷകർ പോലും സിനിമ വീണ്ടും കാണാൻ തയ്യാറാകുന്നു. കാരണം ദൃശ്യം പോലുള്ള ചിത്രങ്ങളിൽ ആദ്യ കാഴ്ചയിൽ ശ്രദ്ധിക്കാതെ പോയ പല സൂചനകളും രണ്ടാമത്തെ കാഴ്ചയിൽ കണ്ടെത്താൻ സാധിക്കും.
അതുകൊണ്ടുതന്നെ ചിത്രം ഒടിടിയിൽ എത്തിയാൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമെന്നാണ് വിലയിരുത്തൽ. ദൃശ്യം 3യുടെ ബോക്സ് ഓഫീസ് പ്രകടനം മലയാള സിനിമയുടെ വിപണി എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവുകൂടിയാണ്. ഒരുകാലത്ത് 50 കോടി ക്ലബ്ബ് പോലും വലിയ നേട്ടമായി കണക്കാക്കിയിരുന്ന മലയാള സിനിമ ഇന്ന് 200 കോടിയിലധികം കളക്ഷൻ നേടുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ മികച്ച കഥകളും ആഗോളതലത്തിൽ വർദ്ധിച്ച മലയാള സിനിമയുടെ സ്വീകാര്യതയുമാണ്. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. ജോർജ് കുട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുമോ? അതോ ഭാവിയിൽ ദൃശ്യം 4 വരുമോ? ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇല്ലെങ്കിലും ഈ കഥാപാത്രത്തോടുള്ള പ്രേക്ഷകരുടെ താൽപര്യം കണക്കിലെടുക്കുമ്പോൾ ഭാവിയിൽ എന്തും സംഭവിക്കാമെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്. ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ ഇനിയും പറയാത്ത കഥകൾ ബാക്കിയുണ്ടോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ദൃശ്യം 3 വെറും ഒരു സിനിമയല്ല, അത് ഒരു ബ്രാൻഡാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വിജയഗാഥയാണ്. തിയേറ്ററുകളിൽ വമ്പൻ വിജയം നേടിയ ചിത്രം ഇപ്പോൾ ഒടിടിയിലേക്കും എത്തുകയാണ്. ജോർജ് കുട്ടിയുടെ യാത്ര വീണ്ടും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഈ ഫ്രാഞ്ചൈസിയുടെ ജനപ്രീതി ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോഹൻലാലും ജീത്തു ജോസഫും ചേർന്ന് സൃഷ്ടിച്ച ഈ സിനിമാ ലോകം മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായി തുടരും.